അച്ഛനെയും അമ്മയെയും മർദ്ദിച്ചു കൊലപ്പെടുത്തിയ മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാറനെല്ലൂരിൽ കുവളശ്ശേരി സ്വദേശിനി അമ്മ ജയയെ അടിച്ചു കൊലപ്പെടുത്തിയ ബിജു കെ നായരും വിളവൂർക്കലിൽ വിറവ് കമ്പുകൊണ്ട് അച്ഛൻ രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ മകൻ രാജേഷിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ചെത്തിയ മകന്റെ അടിയേറ്റാണ് രാജേന്ദ്രൻ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ രാജേഷിനെ മലയങ്കീഴ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാറനെല്ലൂർ കുവളശ്ശേരി ക്ഷേത്രത്തിന് സമീപം അപ്പു നിവാസിൽ ജയ 58 മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ 11 മണിയോടെയാണ്. വീട്ടിലെ ഹാളിൽ കട്ടിലിലാണ് പോലീസ് എത്തുമ്പോൾ ഇവർ കിടന്നിരുന്നത്. സമീപവാസികൾ വീട്ടിലെത്തുമ്പോൾ ഇവർ നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്. രാവിലെ പുറത്തുപോയ മകൻ ബിജു കെ നായർ മൃതദേഹത്തെ കട്ടിലെടുത്ത് കിടത്തിയ ശേഷം വീണ്ടും പുറത്തുപോയി. നാട്ടുകാർ സംഭവം അറിഞ്ഞെത്തുമ്പോൾ തൊട്ടടുത്ത ബിയർ പാർലറിൽ പോയി കയ്യിൽ ബിയർ കുപ്പിയുമായാണ് ബിജു വീട്ടിലെത്തുന്നത്. പോലീസെത്തി ബിജുവിനെ കസ്റ്റഡിയിലെടുത്തു. ഊരൂട്ടമ്പലത്തെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനായ ബിജു പലതവണ അമ്മയെ മർദ്ദിച്ചിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ പോലീസിൽ പരാതിപ്പെടാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം മകനല്ലേ എന്ന് പറഞ്ഞ് ജയ പരാതി കൊടുത്തിരുന്നില്ല. പോലീസ് പോസ്റ്റ്മോർട്ടം അവരുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ വാരിയലിന് ക്ഷയം ഏറ്റിട്ടുണ്ടെന്നും പൊട്ടലുണ്ടെന്നും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിലെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടും എന്നാണ് ഡോക്ടർമാരെന്ന് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായ ഒരു വിവരം കൊടുത്തിട്ടുള്ളത്. ഈ വളരെ ദാരുണവും വളരെ സങ്കടാജനകമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും ഈ മകൻ ഈ അമ്മയെ മർദ്ദിച്ചതായിട്ട് നാട്ടുകാർ പലതും പറയുന്നുണ്ട്. മെമ്പർ തന്നെ ശ്രീ ആൻഡോ തന്നെ പലപ്പോഴും ഈ അമ്മയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഈ അമ്മ എന്ന് പറയും, എന്നെ മകൻ മർദ്ദിച്ചതല്ല, ഞാൻ സ്വന്തമായി വീണതാണ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞ് മകനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ആ മകൻ്റെ തന്നെ ഒരു ഭീകരമായ മർദ്ദനമേറ്റാണ് ഇന്നലെ ആ പാവമ്മ ഈ ലോകവാസം വെടിഞ്ഞത്. മൃതദേഹത്തിൽ ഇന്നലെ തന്നെ മുറിവുകൾ കണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറാണ് മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ചടങ്ങുകളൊന്നുമില്ലാതെ മൃതദേഹം മാറനെല്ലൂർ വൈദ്യുത ശ്മശാനത്തിൽ മൃതസംസ്കാരം നടത്തിയത്. ടൈം വി ന്യൂസ്, തിരുവനന്തപുരം.